നമസ്കാരം. വെറുമൊരു മുടിക്കുടുമയും ഒരു സാധാരണ നൂലും ഇതിനെങ്ങനെയാണ് അറിവിന്റെയും ഉത്തരവാദിത്തത്തിന്റെയുമൊക്കെ ഇത്ര വലിയ പ്രതീകങ്ങളായി മാറാൻ കഴിയുന്നത്? ഇന്ന് നമ്മൾ ശിഖയുടെയും യജ്ഞോപവീതത്തിനും പിന്നിലുള്ള ആഴത്തിലുള്ള, അതേസമയം എല്ലാവർക്കും വേണ്ടിയുള്ളതുമായ ഒരു തത്വശാസ്ത്രത്തിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. നമുക്ക് ഈയൊരു ശക്തമായ ചിന്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹിന്ദുധർമ്മം മാനവധർമ്മമാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ശിഖ, യജ്ഞോപവീതം പോലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല. മറിച്ച് ഇത് മനുഷ്യരാശിയെ മുഴുവൻ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ചില സാർവത്രിക തത്വങ്ങളാണ്. അതായത്, ഗായത്രിയും യജ്ഞവും ഒന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം സ്വന്തമല്ല, പകരം വിവേകവും കർത്തവ്യബോധവും വളർത്താൻ സഹായിക്കുന്ന ചില ആശയങ്ങളാണ്. ഇത് ആർക്കും അവരുടെ പശ്ചാത്തലം എന്തെന്നെ ആയാലും ജീവിതത്തിൽ പുരോഗതി നേടാനായി ഉപയോഗിക്കാവുന്ന വഴികളാണ്. അപ്പോൾ ശരി, നമുക്ക് ഈ പ്രതീകങ്ങളുടെ രഹസ്യങ്ങളിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ശിഖയും സൂത്രവും, എന്താണ് ഇവയുടെ യഥാർത്ഥത്തിലുള്ള അർത്ഥം? നമുക്ക് നോക്കാം. വളരെ മനോഹരമായി ഇതിനെ ഇങ്ങനെ പറയാം. ശിഖ എന്നത് വിവേകത്തിന്റെ പതാകയാണ്, യജ്ഞോപവീതം കർത്തവ്യങ്ങളുടെ ബന്ധനവും. ഒന്ന് നമ്മുടെ ചിന്തകളെയും ബുദ്ധിയെയും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മറ്റൊന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ രണ്ടുമെങ്ങനെയാണോ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നോക്കൂ. ശിഖ എന്ന് പറയുന്നത് തലയിലുള്ളൊരു അടയാളം മാത്രമല്ല. നമ്മുടെ ചിന്തകളും ആശയങ്ങളുമെല്ലാം എപ്പോഴും ഉയർന്നതായിരിക്കണം, നല്ലതായിരിക്കണം എന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതീകമാണത്. ശരിയായ അറിവിനോടുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധതയുടെ അടയാളം. ഇനി യജ്ഞോപവീതം, അതായത് പൂണുൽ, അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട 3 പ്രധാന കടമകളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മുൻതലമുറയോടുള്ള കടമ, നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരോടുള്ള കടമ, പിന്നെ ഈശ്വരനോടുള്ള കടമ. ഒരു മൃഗത്തെ അതിന്റെ അതിരുകൾക്കുള്ളിൽ നിർത്താൻ കയറിട്ട് കെട്ടില്ലേ, അതുപോലെ ഈ പുണ്യനൂൽ നമ്മളെ ധാർമ്മികമായ അതിരുകൾക്കുള്ളിൽ നിർത്താൻ സഹായിക്കുന്നു. പക്ഷെ ഒരു ചോദ്യമുണ്ട്. ഇത്രയൊക്കെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഈ പ്രതീകങ്ങൾക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പലരും ഇതിനെ തെറ്റിദ്ധരിക്കുകയോ അല്ലെങ്കിൽ പുച്ഛത്തോടെ കാണുകയോ ചെയ്യുന്നത്? നമുക്ക് യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഈ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഇത് നമ്മളെല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾ എന്തിനാണ് സ്വന്തം സംസ്കാരത്തിൽ നിന്ന് ഇങ്ങനെ അകന്നുപോകുന്നത്? ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. ഉത്തരം വളരെ ലളിതമാണ്. നമ്മൾ പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ പിന്നിലെ എന്തിന്, എങ്ങനെ എന്നൊന്നും വിശദീകരിക്കാറില്ല. അർത്ഥമറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് വെറുമൊരു അന്ധവിശ്വാസമായി മാറും. അറിവോടെയുള്ള വിശ്വാസത്തിനു പകരം അന്ധമായ ആചാരങ്ങൾ വരുമ്പോൾ പുതിയ തലമുറ അതിൽ നിന്ന് അകന്നു പോകുന്നത് സ്വാഭാവികമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ടൈ കെട്ടുന്നതിനോ അല്ലെങ്കിൽ ഒരു തലപ്പാവ് വെക്കുന്നതിനോ ഒരു തൊപ്പി ധരിക്കുന്നതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്. അതുപോലെ തന്നെയാണ് ശിഖയുടെയും യജ്ഞോപവീതത്തിന്റെയും കാര്യം. അപ്പൊ പ്രശ്നം ആ ചിഹ്നത്തിനല്ല, അതിന്റെ പിന്നിലെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാത്തതിലാണ്. ഈ ചിഹ്നങ്ങളുടെ കാര്യം പോലെ തന്നെയാണ് നമ്മുടെ അനുഷ്ഠാനങ്ങളുടെയും പൂജകളുടെയും ഒക്കെ കാര്യവും. അതിലെ ഓരോ കർമ്മത്തിനും ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു വിലയുണ്ടാവുന്നത്. നമുക്ക് യജ്ഞത്തിന്റെ പിന്നിലെ ആ ദർശനം എന്താണെന്ന് നോക്കാം. യജ്ഞമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് തീയിൽ എന്തൊക്കെയോ അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ചടങ്ങല്ല, അതൊരു ജീവിതരീതിയുടെ തത്വശാസ്ത്രമാണ്. ത്യാഗത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒരു തത്വശാസ്ത്രം. യജ്ഞത്തിന്റെ ഈ തത്വശാസ്ത്രത്തെ നമുക്ക് 3 ലളിതമായ ഘട്ടങ്ങളായിട്ട് തിരിക്കാം. 1. ഗ്രഹണം, അതായത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പലതും സ്വീകരിക്കുന്നു. 2. ധാരണം, നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. 3. സമർപ്പണം, നമ്മൾ സ്വീകരിച്ചത് മുഴുവൻ നമുക്കുവേണ്ടി മാത്രമല്ല, അത് നിസ്വാർത്ഥമായി ഈ സമൂഹത്തിന് തന്നെ തിരികെ നൽകുന്നു. ഇതൊരു ചാക്രികമായ ജീവിത ദർശനമാണ്. ഇതാണ് കാതലായ കാര്യം. യഥാർത്ഥ ആരാധന എന്നു പറയുന്നത് വെറും ചടങ്ങുകളിലല്ല, മറിച്ച് നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലാണ്. അർത്ഥം മനസ്സിലാക്കാതെ ചെയ്യുന്നതെന്തും വെറും യാന്ത്രികമായ ഒന്നായിരിക്കും, അല്ലേ? അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പാഠമെന്താണ്? കണ്ണടച്ച് വിശ്വസിക്കുന്നതിൽ നിന്ന് മാറി യുക്തിയോടെയും അറിവോടെയും കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു പുതിയ യുഗത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതാണ് വിവേകശീലതയുടെ ആഹ്വാനം. ഉറപ്പാണ്, വരാനിരിക്കുന്ന കാലഘട്ടം യുക്തിയുടെയും വിവേകത്തിന്റേതുമാണ്.
ചോദ്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും തയ്യാറുള്ളവർക്കായിരിക്കും ഇനി ഭാവി. അതിനുള്ള വഴി വളരെ വ്യക്തമാണ്. അന്ധവിശ്വാസത്തിൽ നിന്ന് അറിവിലേക്കുള്ളൊരു മാറ്റം. നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളുടെയൊക്കെ ആഴത്തിലുള്ള അർത്ഥം ഓരോ വീട്ടിലും എത്തിക്കണം. അതിനായി ഒരു ശിഖാസൂത്ര പ്രസ്ഥാനം തന്നെ ചിലപ്പോൾ നമുക്ക് തുടങ്ങേണ്ടിവരും. അപ്പോൾ അവസാനത്തെ ചോദ്യം നിങ്ങളോടാണ്. ഈയൊരു സാംസ്കാരികമായ പുനരുജ്ജീവനത്തിൽ നിങ്ങളുടെ പങ്ക് എന്തായിരിക്കും? അറിവിന്റെ ഈ വെളിച്ചം സ്വീകരിക്കാൻ, ഈ വലിയ ചിന്താവിപ്ലവത്തിന് നിങ്ങൾ തയ്യാറാണോ?